നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഓണാഘോഷം മാറ്റിവെച്ചിരിക്കുകയാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി തൃശൂർ മേയർ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി വേണ്ടെന്ന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരുക്കങ്ങളെല്ലാം പാതിവഴിയിലാണെന്നും പുലിക്കളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത്. ഓണം വാരാഘോഷം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിനു പിന്നാലെയായിരുന്നു 4ാം ഓണനാളിലെ പുലിക്കളി വേണ്ടെന്ന തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം. പക്ഷേ പുലിക്കളി സംഘങ്ങളെല്ലാം ഒരുക്കങ്ങളുമായി ഏറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. 4 ലക്ഷം രൂപയോളം ഓരോ സംഘവും ഇതിനകം ചെലവാക്കി. സംഘങ്ങൾ കണ്ടെത്തുന്ന തുകയ്ക്ക് പുറമെ കോർപ്പറേഷന്റെ സാമ്പത്തിക സഹായവും പുലിക്കളിക്കും കുമ്മാട്ടിക്കും ഉണ്ടാവാറുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെ ഓണാഘോഷം വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ ഫണ്ട് നൽകാൻ തൃശൂർ കോർപ്പറേഷന് സാധിക്കുമോ എന്നാണ് മേയറുടെ ചോദ്യം. ഏകപക്ഷീയമായ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് 9 ദേശങ്ങളിലെ പുലിക്കളി സംഘങ്ങൾ മേയറെ സമീപിച്ചിരുന്നു. പുലിക്കളിയിൽ നിന്നുള്ള പാരിതോഷികങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും ഇവർ തയ്യാറാണ്. കോർപ്പറേഷൻ നൽകേണ്ട ഫണ്ടിന്റെ കാര്യത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ മറുപടി അനുകൂലമാണെങ്കിൽ പുലിക്കളിയാകാമെന്ന നിലപാടിലാണ് മേയർ. അതേസമയം തൃശൂർ പൂരം പഴയ പെരുമയോടെ തന്നെ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. കളക്ടറേറ്റിൽ യോഗം പുരോഗമിച്ചിരുന്നു. ഒരു ചെറിയ സംഘർഷം പോലും ഇല്ലാതെ തൃശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഹിതകരമല്ലാത്ത ചില സംഭവങ്ങളുണ്ടായി. പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ്. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകും. അത് നിയമമാണ്. ഇതിൽ വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ കോടതിയെ വിഷയം ധരിപ്പിക്കുന്നതിന് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചിരിക്കുന്നത്. സമാനമായി 4ഓ 5ഓ യോഗങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ ഉത്സവമായി പൂരത്തെ മാറ്റണം. ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ തന്നെ അയച്ചു. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിദഗ്ധർ, സ്ഫോടക വസ്തുക്കളും ശബ്ദവും വെളിച്ചവും മറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ധർ എന്നിവരെയും കേന്ദ്രം അയച്ചിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പൂരം പോലീസിന്റെ അമിത നിയന്ത്രണങ്ങൾ കാരണം വലിയ വിവാദമായതാണ്. തുടർന്ന് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. കമ്മീഷണർ പൂരക്കാരെ തടയുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു നടപടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.